കമന്റ് കണ്ടു, അതായത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇത് ടെസ്റ്റ് ചെയ്യുന്നത് ഹറാമാണ്, ചെയ്യാൻ പാടില്ല. ഏത് ടെസ്റ്റ് ചെയ്യുന്നതാ? ഇത് ടെസ്റ്റ് ചെയ്യുന്നതാ? ഇത് സോഷ്യൽ മീഡിയയിൽ ടെസ്റ്റ് ചെയ്യുന്ന സാധനമല്ലല്ലോ. മൂത്രം സാധാരണ ലാബിൽ കൊടുത്ത ടെസ്റ്റ് ചെയ്യൽ. സോഷ്യൽ മീഡിയയിൽ ടെസ്റ്റ് ചെയ്യുന്നത് ഹറാമാണെന്ന് ആരെങ്കിലും പറഞ്ഞു? അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. ഞാനും ഇപ്പൊ കേൾക്കുക സോഷ്യൽ മീഡിയ ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് ചില 1-2 കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇതിങ്ങനെ ടെസ്റ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് ഭയങ്കര ഹറാമായിട്ടുള്ള കാര്യമാണ്. അത് മൂത്രം, ഭാര്യയുടെ മൂത്രം ഇങ്ങനെ പ്രഗ്നൻസിക്കാരെ ടെസ്റ്റ് ചെയ്തിട്ട് അത് നാട്ടുകാരെ മൊത്തം കാണിച്ചപ്പോൾ ആരെങ്കിലും ഹറാമാണെന്ന് പറഞ്ഞതാണ്. അത് കാര്യമാക്കേണ്ടത്. നമ്മളപ്പോൾ ആധുനിക മനുഷ്യന്മാരുണ്ടല്ലോ, ഇതൊക്കെയല്ലേ നമ്മുടെ ആധുനികതയുടെ അടയാളങ്ങൾ. നമ്മൾ പുരോഗതി പ്രാപിച്ച മനുഷ്യരല്ലേ. അത് 6-ാം നൂറ്റാണ്ടിൽ ആരുണ്ടൊക്കെ എന്തൊക്കെ പറയും, നമ്മളത് കാര്യമാക്കണ്ട. വർത്തമാന കാലഘട്ടത്തിൽ പുരോഗതിയുള്ള മനുഷ്യരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യയുടെ മൂത്രം അത് കൃത്യമായി എടുത്ത് പ്രഗ്നൻസി കാർഡ് വെക്കുക, 2 വരെ വീണോ അല്ലെങ്കിൽ 1 വരെയാണോ എന്നൊക്കെ നമ്മൾ നാട്ടുകാരെ കാണിക്കുക. അതുപോലെ തന്നെ ഭാര്യ പുട്ടുണ്ടാക്കുമ്പോഴും പുട്ടുകൂടത്തിൽ തള്ളി ഇങ്ങനെ അങ്ങോട്ട് കയറ്റുമ്പോഴും ഒക്കെ നമ്മൾ ചെയ്യുക. വിവിധ ഭാഗത്തുനിന്ന് അത് ഷൂട്ട് ചെയ്തിട്ട് ഭാര്യനെ കാണിക്കുക, ചോറെടുത്ത് അണ്ണാക്കിൽ വെച്ച് തിരികെ കൊടുക്കുന്നത്, ഇതെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്യും. ഇതൊക്കെ ആധുനിക പുരോഗതിയുള്ള മനുഷ്യന്മാരുടെ അടയാളങ്ങളാണ്. അതിന്റെ താഴേക്ക് ആരെങ്കിലും ഒന്ന് ഹറാമാണെന്ന് പറഞ്ഞാൽ നമ്മളത് മൈൻഡ് ചെയ്യണ്ട. എന്നിട്ട് പറ ബാക്കി എന്താ? അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് പണ്ട് ഞാനത് കേൾക്കുന്നു. എങ്ങനെ ടി വി കണ്ടാ നരകത്തിൽ പോകുന്നാരും പറഞ്ഞിട്ടില്ല. ടിവിയുടെ ഉള്ളിൽ സംപ്രേഷണം ചെയ്യപ്പെടുന്ന തോന്നിവാസങ്ങൾ കണ്ടാൽ നരകത്തിൽ പോകുന്നു പറഞ്ഞിട്ടുണ്ടാവും. പതുക്കെ തള്ളി വിടറേ, ഞങ്ങൾ ഈ കാലമൊക്കെ കഴിഞ്ഞിട്ട് വന്നതാ. അതല്ല, ടി വി ഉള്ള വീട്ടിലേക്ക് റഹ്മത്തിന്റെ മൽക്ക് കേറൂല എന്നൊക്കെ ഞാന് കേൾക്കലുണ്ടായിരുന്നു. പക്ഷെ ആ വാവ് ഞാൻ കേട്ടത് ടി വിന്നാ. ഫ്രഷ് സാധനം. എന്റെ പൊന്നെണ്ണ, നിങ്ങൾ വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഞങ്ങൾ ആരും അതിനകത്ത് ഇടപെടാറില്ല, ഒരഭിപ്രായം പറയാറുമില്ല. ആരെങ്കിലുമൊക്കെ നരമ്പ് രോഗികൾ വന്ന് നിങ്ങളുടെ കമന്റ് ബോക്സിൽ എന്തെങ്കിലും പറയുന്നതിന് അത് മൊത്തവൽക്കരിച്ചുകൊണ്ട് കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിയാക്കന്മാരെയും താറടിച്ച് കാണിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. പഴയ കാലത്ത് ടി വി ഉള്ള വീട്ടിൽ റഹ്മത്തിന്റെ മലക്കറങ്ങില്ല, അല്ലെങ്കിൽ ടി വി കാണാൻ ഹറാമാണെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ്? ഇതൊക്കെ സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകും. അവനവൻ ചെയ്യുന്ന തോന്നിവാസങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി അതിന് മറുവശം കാണുക എന്ന ഏർപ്പാടാണിത്. അതൊരു കുതന്ത്രം മാത്രമാണ്. പഴയ കാലത്ത് നമ്മൾ ടി വി കാണുന്ന സമയത്ത് നമുക്ക് ചോയ്സ് ഇല്ല. സംപ്രേഷണം ചെയ്യപ്പെടുന്ന സാധനം മാത്രം കാണാൻ നമുക്ക് നിർവാഹമുള്ളൂ. ഇന്ന് അങ്ങനല്ല, ചോയ്സ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വാർത്തകൾ കാണാം, അത് ലോകസഞ്ചാരികളുടെ വ്ളോഗുകൾ കാണാം, പ്രഭാഷണങ്ങൾ കേൾക്കാം, നല്ല നല്ല ആക്ടിവിറ്റീസുകൾ കാണാം, വിവിധ രാജ്യങ്ങളുടെ അവിടെ താമസിക്കുന്ന മനുഷ്യന്മാരുടെ ഭക്ഷണ വൈവിധ്യത്തെക്കുറിച്ചൊക്കെയുള്ള വ്ളോഗുകളൊക്കെ നമുക്ക് കാണാം. ഇന്ന് നമുക്കതിനുള്ള ചോയ്സ് ഉണ്ട്. ഒരു ചാനലിൽ മോശപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നല്ലത് കാണാനുള്ള ചോയ്സ് ഉണ്ട്. പഴയ കാലത്ത് അങ്ങനല്ല. ഒന്നിലേക്ക് ടി വി ഓഫാക്കി പോകണം, അല്ലെങ്കിൽ അവിടെ സംപ്രേഷണം ചെയ്യപ്പെടുന്ന സിനിമ എങ്കിൽ സിനിമ, അതിൽ മോശം സീനാണെങ്കിലും അതങ്ങനെ കാണാൻ നമുക്ക് മാറ്റാനുള്ള യാതൊരു നിവൃത്തിയില്ലായിരുന്നു, ചോയ്സ് ഇല്ലായിരുന്നു. ഇന്ന് അങ്ങനല്ല. ഇന്ന് നമുക്ക് യഥേഷ്ടം നല്ലത് തിരഞ്ഞെടുക്കാനുള്ള സ്മാർട്ട് സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്. അക്കാലത്ത് അങ്ങനെ പറഞ്ഞു. അന്നും ഇന്നും ഒരേ നിയമം തന്നെയാണ്, തെറ്റായത് കാണാൻ പാടില്ല എന്നുള്ളത്. മനുഷ്യന്റെ ധാർമ്മിക ബോധത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന ഒന്നും കാണാൻ പാടില്ലെന്ന ഇസ്ലാമിന്റെ നിയമം. അതൊക്കെ പോട്ടെ, നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഞങ്ങൾ നിങ്ങളെയൊക്കെ പോലെ ആധുനിക മനുഷ്യരാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടി വരും? ഈ വെറുതെ ഹലാലും ഹറാമും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ സമയം കളയുന്നില്ല. നിങ്ങളെപ്പോലെ ഞങ്ങൾ ആധുനിക മനുഷ്യരാൻ വേണ്ടി എന്ത് ചെയ്യണം? ഭാര്യ ഗർഭിണിയാകുമ്പോൾ അതറിയാൻ വേണ്ടി പ്രഗ്നൻസി കാർഡിൽ ഇച്ചിരി മൂത്രം ഇറ്റിക്കുക, അതുകൊണ്ട് സോഷ്യൽ മീഡിയ കാണിക്കുക, അത് വലിയ സന്തോഷമാകുക. എന്നിട്ട് ഭാര്യനെ ഇങ്ങനെ കൊഞ്ചിക്കുന്നതും ലാളിക്കുന്നതും മടി കിടത്തുന്നതൊക്കെ ഞങ്ങൾ സോഷ്യൽ മീഡിയ ഇടുക. സൗകര്യം ഇല്ലെന്നാണ് പറയാനുള്ളത്. ഭാര്യമാരുമായിട്ടുള്ള ഞങ്ങളുടെ ജീവിതം അത് സ്വകാര്യമായ ജീവിതമാണ്. ഞങ്ങളങ്ങനെ ആ സ്വകാര്യതയിൽ ജീവിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ പരസ്യപ്പെടുത്തി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ആ വഴിക്ക് പോയിക്കോണോ. അതിന് ബാക്കിയുള്ളവർ പരിഹസിക്കുന്നതിനാണ്. ആരെങ്കിലും ഒറ്റപ്പെട്ട 1-2 ആളുകൾ ഇങ്ങനെ കമന്റ് ബോക്സിൽ മെഴുകുന്നുണ്ടെങ്കിൽ അവരോട് മറുപടി പറയുക. അതിന് കേരളത്തിലുള്ള മുസ്ലിയാക്കന്മാരല്ല ഉത്തരവാദി. നിങ്ങൾ എന്ത് കാണിച്ചാലും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ അത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ് എങ്കിൽ അതിന്റെ ശരിയും തെറ്റും കൃത്യമായി അത് പറഞ്ഞിരിക്കും. അതിന് ഇനി ഹറാമ് ഹലാല് എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചാലും അവിടെ പറഞ്ഞ് ഇവിടെ പറഞ്ഞ് അവരങ്ങനെ മുമ്പ് പറഞ്ഞ് ഇപ്പൊ ഇങ്ങനെ മാറ്റി പറഞ്ഞ് ഇപ്പം യൂട്യൂബ് ഇടുന്നു അല്ലെങ്കിൽ വീഡിയോ ക്യാമറ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കൊച്ചാക്കിയാലും ശരി, പറയേണ്ടത് ആരുടെ മുഖത്താണെങ്കിലും പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറഞ്ഞിരിക്കും.